ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ലക്കി ഡ്രോ വഴി ടിക്കറ്റ് എടുത്ത ആളുകളെ പറ്റിച്ചു. കുറച്ച് പേര് ചേർന്നിട്ട് അതിന് നറുക്കെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചു, തോന്നിയാസം കാണിച്ചു, ധിക്കാരം കാണിച്ചു, ഉടായ്പ് കാണിച്ചു, വ്ളോഗേഴ്സ് പറ്റിച്ചു, പാവങ്ങളെ പറ്റിച്ചു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ട് സംശയം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ്, അതായത് ആൾക്കാർ മൊത്തം അലമുറയിട്ട് കരയുന്ന, നിലവിളിക്കുന്ന, ഇത്രയും ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം എന്തുകൊണ്ട് മാധ്യമങ്ങൾ, വാർത്താ ചാനലുകളെ ഏറ്റെടുക്കുന്നില്ല എന്നൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, FIR എവിടെ ഇട്ടിട്ടില്ല, എവിടെ FIR ഇട്ടില്ല. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വാർത്താ ചാനലുകൾക്ക് ഈ പറയുന്ന ആളുകൾക്കെതിരെ ആക്ഷൻ അവർക്കൊരു വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ശരി, അങ്ങനെയുണ്ട് കാര്യം. അപ്പോൾ എൻ്റെ സ്വാഭാവിക സംശയം, എന്തുകൊണ്ടാണ് FIR എടുക്കാത്തത്? ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒന്ന് നമുക്ക് കൂടെ നിൽക്കുക. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ലക്കി ഡ്രോ. അത് എന്താണ് ലക്കി ഡ്രോ? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ് ലക്കി ഡ്രോ? അതിൻ്റെ ഒരു ഏകദേശ സംഗതി നമുക്കൊന്ന് ഓർത്തെടുക്കാം, ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലോട്ടറി എടുക്കില്ലേ, ഈ ലോട്ടറി എടുക്കുന്ന പോലുള്ള ഏകദേശം ഒരു സാധനമാണ് ലക്കി ഡ്രോ എന്നുള്ളത്. ഇപ്പോൾ ലോട്ടറി എടുക്കുന്നതും ഒരു ഗാംബ്ലിങ് സാധനം, ചൂതാട്ടം പോലുള്ള ഒരു സെറ്റപ്പാണ്, പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിൽ ഈ സാധനം നിരോധിച്ചിട്ടുണ്ട്, ലോട്ടറി ഇല്ല. പക്ഷേ കേരളത്തിൽ ലോട്ടറി നിരോധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ലോട്ടറി കേരളത്തിലുള്ള ആളുകൾക്ക് ചൂതാട്ടം ഇഷ്ടമായതുകൊണ്ടാണ്. ഇതൊരു വലിയ വരുമാന മാർഗ്ഗമാണ് ഗവൺമെൻറ്റിൻ്റെ. മാത്രമല്ല ഇതിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കാരുണ്യ ലോട്ടറി, അങ്ങനെ കുറേ ലോട്ടറി ഉണ്ട്. ഈ ലോട്ടറിയുടെ അവസ്ഥ എന്താ വെച്ചാൽ, അതിൽ കൂടുതൽ പ്രൈസ് കിട്ടുന്ന ഓണം ബമ്പർ, വിഷു ബമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്ന പ്രൈസ്, ഇതിന്ന് ഗവൺമെൻറ് പ്രൈസ്, ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് 70 ലക്ഷം, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ലക്ഷം, വലിയ എമൗണ്ട് കാശാണ് കൊടുക്കണത് അല്ലേ, കാശ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആൾക്കാർ ലോട്ടറി എടുക്കണത് ഈ കാശ് കിട്ടാൻ വേണ്ടി, പ്രൈസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, അല്ലാണ്ട് നമ്മുടെ ഈ 50 രൂപയും കൊണ്ട് മറ്റുള്ളവർ നന്നാവട്ടെ, ദുരിതമനുഭവിക്കുന്നത് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ലോട്ടറി എടുക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഈ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെടും. ഈ വലിയൊരു എമൗണ്ട് നമുക്ക് പ്രൈസായിട്ട് കിട്ടൂല, ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസായി അടിക്കുകയാണെങ്കിൽ. ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആളുകൾ പൊതുവെ ലോട്ടറി എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ലോട്ടറി എടുക്കുന്നത് എന്തിനും. ഇവിടെ ഗാംബ്ലിങ് എന്നൊരു സംഗതി അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ലോട്ടറി, ഗാംബ്ലിങ്, ഇങ്ങനൊരു സെറ്റപ്പിൻ്റെ ഇടയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ലക്കി ഡ്രോ വരുന്നത്. ഈ ലക്കി ഡ്രോ എന്നുള്ള സംഗതി ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലബ്ബിൽ ഒരു ഫണ്ട് റേസ് ചെയ്യണം വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് കാശ് വേണം ക്ലബ്ബിന്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സമ്മാന കൂപ്പൺ അടിക്കൂലേ, സമ്മാന കൂപ്പൺ അടിച്ചിട്ട്, ഇപ്പോൾ ഇത് ഞാൻ ചെറിയൊരു മാതൃക ഉണ്ട് കേട്ടോ പറയുന്നത്, ഇതിൻ്റെ ചെറിയൊരു രൂപം. സമ്മാന കൂപ്പൺ അടിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബുക്കിൽ 10 ലീഫുണ്ട് വിചാരിക്കാം. ഓരോ ലീഫിന് 50 റുപ്യാണ് വിചാരിക്കാം. അപ്പോൾ 50 രൂപയുടെ ഒരു ലീഫ്, അങ്ങനെ 10 ലീഫ്. അപ്പോൾ ഒരു ബുക്കിൽ നിന്ന് 500 റുപ്യ കിട്ടും അല്ലേ, അങ്ങനെ കിട്ടുക. 500 കണക്ക് കറക്റ്റ് അല്ലേ? 50 10 500, 50 × 10 500. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ, ഈ 500 റുപ്യ ഒരു ബുക്കിൽ കിട്ടും അല്ലേ. അതിൽ ആ ടിക്കറ്റിന് നമ്പർ ഉണ്ടായിരിക്കും, ഓരോ കൂപ്പണിന് നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 100 ബുക്ക് അടിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ × 100 അങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയും കാശ് എന്ത് കിട്ടുക, ക്ലബ്ബിന് കിട്ടും. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലബ്ബിന് കിട്ടണ ഇത്രയും ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ചുമ്മാ ആളുകൾ ഇത് കൂപ്പൺ എടുക്കാമല്ലോ, സമ്മാന കൂപ്പണാണ്. ആൾക്കാർക്ക് സമ്മാനം കൊടുക്കണം അല്ലേ, 1ാം സ്ഥാനം, 1ാം സമ്മാനം, 2ാം സമ്മാനം, അങ്ങനെ 10, 15, 20, 50 സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങളൊക്കെ സ്പോൺസറായിട്ട് കണ്ടെത്താൻ സാധിക്കും അല്ലേ, സ്പോൺസറായിട്ട് കണ്ടെത്താം. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് TV ആണ് അല്ലെങ്കിൽ ഫ്രിഡ്ജാണ് കൊടുക്കുന്നതെങ്കിൽ, അതിപ്പോൾ ആ ഒരു 10,000 രൂപയാണ് ഫ്രിഡ്ജിന് വിചാരിക്കുക. അത് ഫ്രിഡ്ജ് സ്പോൺസർ ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ക്ലബ്ബിന് കാശ് മുടക്കണ്ട. അതായത് ഈ കിട്ടുന്ന കാശ് മുഴുവൻ, കൂപ്പൺ വഴി വിറ്റ് പോകുന്ന വഴി കിട്ടുന്ന കാശ് മുഴുവൻ അവരുടെ കയ്യിൽ കിട്ടും. ബാക്കിയൊക്കെ ഈ കൊടുക്കുന്ന പ്രൈസുകൾക്ക് മൊത്തം സ്പോൺസർ കിട്ടും അല്ലേ. ഈ ലക്കി ഡ്രോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പ്രൈസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസായിട്ട് പറഞ്ഞത് വീടാണ്. ഇപ്പോൾ ഇതിൽ എന്താ വെച്ചെങ്കിൽ വരുന്നത്, പാണ്ടിക്കാട് കുഞ്ഞാനും അതേപോലെ ഖാദർ കരിപ്പൊടി, ഈ 2 ആളുകളാണ് ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന 2 ടീംസ്, 2 ആൾക്കാർ.
അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ ഒരു ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നാസർ എന്ന പേരുള്ള ഒരാൾക്ക് അവർക്ക് കാശിന് അത്യാവശ്യമുണ്ട്, അവർ വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീട് വിൽക്കാൻ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മറ്റേ മൂപ്പരുടെ പേരെന്താണ്, ഇസ്മയിൽ എന്ന പേരുള്ള കക്ഷിക്ക് ക്യാൻസർ വരിക, എന്തോ ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറല്ലേ പഠിച്ചോന്നെ, ക്യാൻസറാണ് എന്നാണ് എൻ്റെ ഓർമ്മ, എന്തോ അസുഖമുണ്ട്, ക്യാൻസറാണെന്നാണ് എൻ്റെ ഓർമ്മ. മൂപ്പരിക്കും ഇതേപോലെ കുറേ കടബാധ്യതയുണ്ട്, ബിസിനസ് എന്തോ കൊളായിട്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പരിക്ക് 2 കോടി രൂപ എന്തോ വേണം, അങ്ങനെ എന്തോ. അപ്പോൾ ഈ ഇസ്മയിൽ അതേപോലെ നാസർ ഈ 2 പേരാണ് ഇവരുടെ വീടുകളാണ് വിൽക്കാൻ വെച്ചുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ വീട് വിൽക്കാൻ വെച്ചിട്ട് ഇതാണ് ഫസ്റ്റ് പ്രൈസായിട്ട് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലക്കി ഡ്രോ ഇവിടെ എടുക്കുന്നത്. അതായത് ടിക്കറ്റിന് 1000 രൂപയാണ്, അല്ലെങ്കിൽ ടിക്കറ്റിന് 1000 രൂപ. അത് ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഇന്ന ഡേറ്റിക്ക് ഒരു പ്രത്യേക ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റിക്ക് ലക്കി ഡ്രോ അതായത് നറുക്കെടുപ്പ് നടത്തും. ഈ നറുക്കെടുപ്പ് നടത്തുമ്പോൾ ഫസ്റ്റ് പ്രൈസ് ഈ വീട് കൊടുക്കുക എന്ന് മാത്രമല്ല, ഗംഭീര വീടാണ് കേട്ടോ. ഇൻറ്റീരിയേഴ്സൊക്കെ കാണിച്ചിട്ടാണ് വ്ളോഗർമാർ ഇത് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. കുറേ വ്ളോഗർമാർ പ്രൊമോട്ട് ചെയ്യാൻ വരും. അതിലേക്ക് വരട്ടെ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു ഫ്ലോയിൽ പോട്ടെ. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഈ വീടാണ്. സെക്കൻഡ് പ്രൈസ് ഇപ്പോൾ വണ്ടിയാണ് കൊടുക്കുന്നത്, ജിംനി അങ്ങനെ എന്തോണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് കൊടുക്കുന്നത് 4th 5th പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക, നമ്മൾ 1000 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ഇയാൾ കടക്കണിയിലാണ്, ഇയാൾക്ക് കാശിന് അത്യാവശ്യമുണ്ട് അല്ലേ, ഇയാളെ ഇന്ന് രക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണോ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരാൾക്കൊരു അസുഖം വരികയോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴോ ആൾക്കാർ വ്ളോഗർമാർ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത്, അല്ലെങ്കിൽ അവർ സ്വയം മുന്നോട്ട് വന്നൊരു വീഡിയോ ചെയ്തിട്ട് എനിക്കിതാണ് പ്രശ്നം, എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണ്, ഇതിലേക്ക് നിങ്ങൾ കാശ് തന്നിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടി രൂപ ഉണ്ടാക്കിയ ചരിത്രം ഇവിടെ ഉണ്ട് അല്ലേ. പക്ഷേ ഇവരതല്ല ചെയ്യണം. ഇവർ വ്ളോഗർമാരെയൊക്കെ ഇടപെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഇവർ വീട് വിൽക്കണം, ഞങ്ങൾക്ക് ഇപ്പോൾ 2 കോടി രൂപ വേണം, വീട് വിൽക്കണം, ലക്കി ഡ്രോ നടത്തണം പറയണം. അപ്പോൾ എൻ്റെ സ്വാഭാവികമായ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ട് ഇവർ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണ്, അപ്പോൾ ആളുകൾ നിങ്ങളാൽ കഴിയുന്ന കാശ് തന്ന് സഹായിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇവർ വിചാരിച്ച എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. കാരണം കടബാധ്യത അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അത്രയും ക്രിട്ടിക്കലായ സ്റ്റേജിലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് സെൻറ്റിമെൻ്റലായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് ഇമോഷണലി അത്രയും ബാധിക്കുന്ന കാര്യങ്ങൾക്കാണ് ആളുകൾ വെറുതെ കാശ് കൊടുക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി, അല്ലെങ്കിൽ അത്രയും കാശും കൂടെ അതിൽ വെറുതെ ഇരിക്കണം. ഇപ്പോൾ ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് രീതിയിലൊന്നും തന്നെ വഴിയിൽ പോകുന്ന ആൾക്കാരെ മൊത്തം സഹായിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് അവർക്കൊരു അത്ര വലിയ കേസായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഈ പറഞ്ഞ സ്വയം മുന്നോട്ട് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ എൻ്റെ ഗൂഗിൾ പേ നമ്പർക്ക് പൈസ അയച്ചേരെന്ന് പറഞ്ഞാൽ പ്രശ്നമാണെന്നല്ല, ആളുകൾ സഹായിക്കാനുള്ള സാധ്യത കുറവാണ്. ഇവർ വിചാരിച്ച എമൗണ്ട് കിട്ടില്ല. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തായാലും ഈ വ്ളോഗർമാർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അല്ലേ, വ്ളോഗർമാർക്ക് അതിന് കാശും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. വെറുതെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഈ വ്ളോഗർമാർ എന്ന് പലരും സ്വയം മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ കാശൊന്നും വാങ്ങാണ്ട് ചെയ്യണമെന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം. അപ്പോൾ കാശ് വാങ്ങി ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരെ കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊമോഷൻ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ പോലെ ഇത് ലക്കി ഡ്രോ ഈ സാധനം ഒരു വലിയൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന പണിക്ക് അവർ കാശ് വാങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു ടൈപ്പിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ഇപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ വിൽക്കുമല്ലോ, വീടൊക്കെ വിൽക്കുമ്പോൾ ആൾ വന്നിട്ട് അഡ്വാൻസൊക്കെ വന്നിട്ട് ഇത് വാങ്ങിയിട്ട് അവർ മറിച്ച് വെക്കുന്ന ടീംസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വേണം, അപ്പോൾ വീട് വാങ്ങാൻ വേണ്ടി അവർ വരും, ഡയറക്റ്റ് ആൾക്ക് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 2 കോടി രൂപ ഉണ്ടെങ്കിൽ 2 കോടി രൂപ അങ്ങനെ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു കാരണം, അതായത് ലക്കി ഡ്രോ എന്നുള്ള ഓപ്ഷൻ ഇവർ സെലക്ട് ചെയ്യാനുള്ള കാരണം, റിയൽ എസ്റ്റേറ്റ് ഒരു ഏജൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രോക്കറുമായിട്ട് ഇവർ ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഇവർ വിചാരിച്ചാൽ നടക്കുമല്ലോ. കാര്യം എന്താ വെച്ചാൽ, ഇവരിപ്പോൾ 2 കോടി രൂപയാണ് വേണ്ടി വിചാരിക്കുക. ഈ 2 കോടി രൂപ ഇവർക്ക് കിട്ടണമെന്നില്ല റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് വരുന്ന സമയത്ത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ആടുണ്ട് വിചാരിക്കുക, ഈ ആടിനെ നമ്മൾ വിൽക്കുകയാണ് വിചാരിക്കാം.
അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ആടിനെ വിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു എന്തെങ്കിലും ഒരു കാശിന് അത്യാവശ്യം വരുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ വില കുറച്ചിട്ടാണ് ചോദിക്കാൻ സാധ്യത. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മരം ഉണ്ട് വിചാരിക്കുക, മരം വിൽക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധ്യത അല്ലേ. മറിച്ച് അതായത് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് വിറ്റ് പോകണം എന്നുള്ളൊരവസ്ഥയിലാണ് എന്ന് ഇത് വാങ്ങുന്ന ആൾക്ക് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി ഇടപെടുന്ന ആളുകൾ, ബിസിനസ് ആൾക്കാരുണ്ടാവില്ലേ, മീഡിയേറ്റ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ടീംസ്, അവരെ കാശ് കുറയ്ക്കാനും സാധ്യത, പിന്നെ കമ്മീഷൻ കൂട്ടുകയും ചെയ്യും, ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചൊരു എമൗണ്ട് ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ കിട്ടാവുന്ന ഒരു അവസരമാണ് ലക്കി ഡ്രോ. എന്ന് വെച്ചാൽ 2 കോടി രൂപയാണ് ഇയാൾക്ക് വേണ്ടതെങ്കിൽ ലക്കി ഡ്രോ വഴി ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഈ ടിക്കറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഈ വീടാണ്. മാത്രമല്ല ഇത് സെൻറ്റിമെൻ്റലായിട്ട് ഇമോഷണലായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് തറച്ച് കയറുന്ന രീതിയിൽ കൂപ്പൺ എടുക്കാവുന്ന രീതിയിൽ ഇവർ വേറൊരു കളി കളിക്കാനും. ഒന്നാമത്തെ കാര്യം വ്ളോഗർമാർ വന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്ക് ആ വ്ളോഗർമാരെ ഇഷ്ടമാകുമല്ലോ. അപ്പോൾ അവരുടെ ഫേസ് വെച്ചിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരാളെ നമ്മൾ രക്ഷിക്കുകയാണ്, അപ്പോൾ നമ്മൾ സംഭവം 1000 രൂപയാണ് എന്നാലും പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അതിനൊക്കെ കൂടുതൽ ശതമാനം ആളുകൾ എങ്ങനെയൊക്കെ ദൈവം ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സാരാണ് കിട്ടുന്നത്, ഇത്രയും വലിയ വീടാണ് കിട്ടുന്നത്, വാമ്പ സൗകര്യമുള്ളൊരു വീടാണ് കിട്ടുന്നത്, ഈ ഒരു സംഗതി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നത് ഇത് വലിയ വീടൊന്നും അല്ല എന്നൊക്കെ പറയേണ്ടായിരിക്കും. പക്ഷേ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇത് വലിയ വീടാണ്. 1000 രൂപയ്ക്ക് ഇതിപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് 2400 സ്ക്വയർ ഫീറ്റ് അതിലും ഫുൾ വർക്ക് ഇൻറ്റീരിയറും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു വീട്. അപ്പോൾ അത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം വലിയ സംഭവമാണത് അല്ലേ. ഒരുപാട് കാശുള്ളവർക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല, സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ സംഭവം. അപ്പോൾ ഇതിൻ്റെ കളി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 2 കോടി രൂപ വേണ്ടതെങ്കിൽ ഈ ലക്കി ഡ്രോ വഴി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 20,000 ടിക്കറ്റുകൾ വേണമെന്ന് ഇത് നടത്തുന്ന ആളുകൾക്കൊരു മൈൻഡിലുണ്ടായിരിക്കും. അതായത് ഇത്ര ടിക്കറ്റുകൾ പോകണമെന്ന്, ഇത്ര ടിക്കറ്റുകൾ പോയാലാണ് ഇവർ വിചാരിക്കുക എമൗണ്ടിലേക്ക് ഇത് എത്തുള്ളൂ. ഇത് ആർക്കൊക്കെ ഇതിൽ കാശ് വേണം? ഈ 2 കോടി വേണമെന്ന് വിചാരിക്കുന്ന നാസർ ഖാൻ ആരോ ആയിക്കോട്ടെ, അയാൾക്ക് ആ പൈസ കിട്ടണം. പ്ലസ് ഇതിന് മെയിൻ ഒരു പുള്ളി ഉണ്ടാവില്ലേ, മെയിൻ പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 20%, 30%, അല്ലെങ്കിൽ 15%, 10%, 5% എന്തെങ്കിലും ഒരു കമ്മീഷൻ പോലെ കൊടുക്കേണ്ടി വരും. ഈ പ്രൊമോഷൻ നടത്തുന്ന ടീംസില്ലേ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും അല്ലേ. അതേപോലെ തന്നെ ഇതിൽ ഇടപെടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ചരട് വലിക്കുന്ന ടീംസിൻ്റെ ഇവർക്ക് പലർക്ക് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷൻ, വലിയൊരു എമൗണ്ട് കമ്മീഷൻ ഇങ്ങനെ പോകും. അപ്പോൾ അതായത് ഇവർ പ്രതീക്ഷിച്ചതിനൊക്കെ ഇവർക്ക് ആവശ്യമുള്ളതിനൊക്കെ കൂടുതൽ എമൗണ്ട് ഇത് കിട്ടും. അതിനാണ് ലക്കി ഡ്രോ നടത്തുന്നത്. ഓക്കെ, അതിനാണ് ലക്കി ഡ്രോ നടത്തുന്നത്. അപ്പോൾ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്കി ഡ്രോന് കേരളത്തിൽ ഈ ലക്കി ഡ്രോ നടത്താൻ അതിൻ്റേതായ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ലോട്ടറി പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. ലോട്ടറി കേരള ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അത് പ്രൈവറ്റായിട്ട് ഒരാൾക്ക് കുറേ ലോട്ടറി അടിച്ചിട്ട് വിൽക്കാനൊന്നും പറ്റില്ല ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് ബാംഗ്ലൂരിൽ കർണാടകത്തിൽ കൊടകിൽ കൂർഗിൽ പോയിട്ടാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഈ വീടും അവിടെയാണ് തോന്നുന്നത്. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് പഞ്ചായത്തിൻ്റെ മറ്റേ പെർമിഷൻ അല്ലെങ്കിൽ അവരുടെ ലെറ്റർ അവരുടെ പേപ്പറിൻ്റെ അതിന് മറ്റേൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പക്ഷേ വീഡിയോ ചെയ്തിട്ട് ഈ ഒരു സാധനത്തിന് ഈ ലക്കി ഡ്രോ ഫസ്റ്റ് പ്രൈസ് ഇതാണ് ഇങ്ങനെ ലക്കി ഡ്രോ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ഒരു സംഗതി അതായത് ആൾക്കാരുണ്ടല്ലോ, ഇത് വാങ്ങണ ആൾക്കാർ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ മലയാളികളാണ്. ഓക്കെ, മലയാളികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു പൂൾ എന്ന് പറയുന്നത് മലയാളികളാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, മലയാളികൾ ഈ ടിക്കറ്റ് വാങ്ങിയിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള കാശ് വെച്ചിട്ടാണ് കേരളത്തിൽ നിയമപരമായി ബുദ്ധിമുട്ടുകളുള്ള ഈ ഒരു ലക്കി ഡ്രോ ഇവർ വേറൊരു സ്ഥലത്ത് വെച്ച് നടത്തുന്നത്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ വേറൊരു വിഷയമുണ്ട്. ഇവർ ഈ ലക്കി ഡ്രോ നടത്തുന്ന ടൈം നമ്മൾ നോക്കണം. ഇവരെ ഇങ്ങനെ വന്നിട്ട് പറയും മതത്തിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഇമോഷൻസിനെ കൂട്ടുപിടിച്ച്, അതായത് ആൾക്ക് അസുഖമാണ് അങ്ങനെയാണ് ആളല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല, ആളെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണണ്ട, നമ്മുടെ കൂടെ നാളെയും ആളെ കാണണ്ട, അതിന് നിങ്ങളിത് എടുക്കും, നിങ്ങൾക്ക് പോണത് വെറും 1000 രൂപ എന്ന് പറയും. അവർക്കത് വെറുമായിരിക്കും. പക്ഷേ ഇത് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരാളെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു 600 രൂപ 700 രൂപ 500 രൂപയൊക്കെ ഒരു ദിവസം കൂലിക്ക് പോകണ ടീംസ് ഉണ്ട്. ഓക്കെ, അത് ഒരു ദിവസം പോലും ജോലിക്ക്, അതായത് ഞായറാഴ്ച ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ പണിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ വെറും 1000 രൂപ എന്ന് പറഞ്ഞിട്ട് വരണത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ വീടില്ലാത്ത ആളുകൾ, സ്ഥിരം ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഈ 1000 രൂപ വലിയ സംഭവമാണ്. എന്നിട്ട് അവർ പോലും ഈ ടിക്കറ്റ് എടുക്കേണ്ടായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ഒന്ന് ഇടിപ്പിക്കും, അല്ലെങ്കിൽ ഇവർ
ആ ഒരു രീതിയിലാണ് ഇവർ അപ്രോച്ച് ഉണ്ടായിരിക്കുക. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവരിങ്ങനെ പറയുന്നത് ഇയാൾ ആത്മഹത്യയുടെ വക്കിലാണ്, നിങ്ങൾ ഇതൊന്നും എടുക്കണം, നാളെ നിങ്ങൾക്കിത് വരില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, എനിക്കിത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമ്പതി വരും, അത് എമ്പതി ആയിട്ട് മാറും. അപ്പോൾ ആളുകൾ അന്ന് നമുക്കൊന്ന് എടുക്കാം. പിന്നെ അതുമല്ല ഫസ്റ്റ് പ്രൈസ് ഇതാണ്, ആ വീടെങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിലോ, സെക്കൻഡ് പ്രൈസ് ജിമ്മിയാണ്, തേർഡ് പ്രൈസ് അതാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, എൻറ്റോർക്ക് സ്കൂട്ടറാണ്, ഫ്രിഡ്ജാണ്, മറ്റേ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ചെയ്യുന്നത്. വേറെ സംഗതി എന്ന് വെച്ചാൽ ഇത് മാത്രം വെച്ചിട്ടൊരു കളിയുണ്ട് ഇവർ. പുണ്യ റമളാൻ മാസത്തിൽ നിങ്ങളിത് ചെയ്യൂ, നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് മതപരമായ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഇവർ മാർക്കറ്റ് ചെയ്യണ ഒരു പരിപാടി കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ കുഴപ്പമൊന്നുമില്ല, എന്താ പറയുക, ഇതൊക്കെ നല്ലതാണ്, മനുഷ്യന്മാരെ ഒന്നിപ്പിക്കാനും ഒക്കെയുള്ള സംഗതിയാണ് ഇത്, മതം ദൈവം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സംഗതി ഇവരിങ്ങനെ പറയണം. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കൂടി ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇതിൽ വീണു പോവും. ഒന്നാമത് ഇവരുടെ മുന്നിൽ കാണുന്ന വ്ളോഗേഴ്സ്, അവരെ വിശ്വസിക്കുക, അവരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ട് അത്രയും വലിയ അടിപൊളിയായിട്ടുള്ളൊരു വീട്, പിന്നെ ആൾക്ക് അസുഖമാണ് അല്ലെങ്കിൽ എന്താ പറയുക കടബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റിമെൻ്റൽ അപ്രോച്ച് അത്. പിന്നെ ദൈവത്തെയും മതത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള ഇവരൊരു മാർക്കറ്റിംഗ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതുപോലെ ആ ഒരു ടൈം റമളാൻ മാസത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആളുകൾക്ക് ഇത് എടുക്കാനുള്ള ഇത് കൂടും. അപ്പോൾ പലരും 10, 15, 17 ടിക്കറ്റുകളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് എടുക്കുകയാണ്. ഇതാണ് സംഗതി. പക്ഷേ എന്തുകൊണ്ട് ഇത് വിവാദമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രശ്നമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഈ പറയുന്ന വേറെ ഏതാണ് എനിക്ക് പേരുകൾ കിട്ടൂല കേട്ടോ, പാണ്ടിക്കാട് കുഞ്ഞൻ എയറിലായി എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞൻ വൻ ട്രോള് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രോള് എന്നല്ല, പ്രശ്നം ഗുരുതരമായത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ നറുക്കെടുപ്പ് നടത്തുന്ന ടൈം ഉണ്ടല്ലോ, നറുക്കെടുപ്പ് നടത്തുന്ന ടൈമിൽ പാണ്ടിക്കാട് കുഞ്ഞനെ ഓൾറെഡി കുറേ വിവാദങ്ങളൊക്കെ ഉണ്ട്. പാണ്ടിക്കാട് കുഞ്ഞൻ പോയിട്ട് എന്നാൽ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്നത് അവർ പറഞ്ഞു എന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ കാണുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ എന്നാൽ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവിടെ പോയിട്ട് ഈ സാധനം എടുക്കുന്ന സമയത്ത് നമ്മളൊരു അക്വേറിയം ഉണ്ടല്ലോ, മീനിനെ കെട്ടി വയ്ക്കില്ലേ, അക്വേറിയം, മീൻ വളർത്തില്ല അക്വേറിയം, ഈ അക്വേറിയം പോലുള്ളൊരു സെറ്റപ്പാണ് സാധനം. അതിൽ 6 സൈഡുകൾ ഉണ്ടാവുമല്ലോ, താഴത്ത് മുകളിൽ ഇവിടെ 6 ഉണ്ടാവുമല്ലോ. ഇതിൽ മുകൾ ഭാഗം ഓപ്പണാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകൾ ഭാഗത്ത് കൂടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ ടിക്കറ്റുകൾ കൂപ്പണുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ടിക്കറ്റിന് നമ്പറൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവരിത് എടുക്കല്ലേ വേണ്ടി ഇതിങ്ങനെ ഇളക്കുന്നുണ്ട്, സംഭവം ശരി ഇളക്കുന്നുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് മൂപ്പര് അതായത് ഇത് എടുക്കുന്ന സമയത്ത് മൂപ്പര് എന്തോ ഒരു സാധനം ഇങ്ങനെ ശരിക്കും അന്വേഷിച്ച് എടുക്കണ മാതിരി ടൈം എടുത്ത് എന്നിട്ട് ആ സാധനം വലിച്ചെടുക്കണതായിട്ടാണ് നമുക്കിത് ഈ നറുക്കെടുപ്പ് കാണുന്ന ആളുകൾക്ക്, ചോറ് തിന്നുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവുക. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ അവിടെ എന്തോ ഒരു സംഗതി അതിലേക്ക് വരാം. എന്നിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സാപ്പി എന്ന് പേരുള്ള ഷാഫി എന്നായിരിക്കും, അത് സാപ്പി എന്നാണ് ആളുകൾ പറയുന്നത്. അത് അവന് ഓമന പേരിട്ടിട്ട് അങ്ങനെയാണോ വിളിക്കുന്നത് അറിയില്ല, അതോ ഷാഫി എന്നുള്ളത് പറഞ്ഞു വന്നപ്പോൾ സാപ്പി നായി കേട്ടതാണോ എന്നറിയില്ല. എന്തായാലും ഷാഫിക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് വിവാദമായി. 2ാം സ്ഥാനം 3ാം സ്ഥാനം ഒക്കെ അങ്ങനെ സംഭവമായി. എന്തുകൊണ്ടാണ് വിവാദമാവണമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈ സമ്മാനം കിട്ടിയ ആളുകളുണ്ടല്ലോ, ഇവർ ബന്ധുക്കാർ, വേണ്ടപ്പെട്ടവർ, അറിയണവരും ഒക്കെയാണ് ഇവർക്ക് സമ്മാനം കിട്ടുന്നത്. ഇതിൻ്റെ മെയിൻ സമ്മാനങ്ങളൊക്കെ അങ്ങനെ പോയിരുന്നു. അതായത് ഈ പറയുന്ന നാസർ എന്ന പേരുള്ള ചെങ്ങായിയുടെ മൂപ്പരുടെ മകൻ്റെ സുഹൃത്തിനാണ് 1ാം സമ്മാനം പോയത്. അതുമല്ല, ഈ 1ാം സമ്മാനം കിട്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ആ എടുക്കുന്ന നറുക്കെടുപ്പുണ്ടല്ലോ, നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഇയാൾ എന്തിനാണ് കൂടുതൽ ടൈം എടുത്ത് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിൽ എന്തോ തപ്പി പിടിച്ചെടുക്കണ പോലെ എടുത്തുന്ന ആളുകൾക്ക് ഡൗട്ട് അടിച്ച്. അപ്പോൾ പലരും വൈൽഡ് ഗസ്സായിട്ട് വന്നു, അതെന്തോ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയാവും, അതായത് എങ്ങനെയാവും നോക്കും. അതായത് ഇതൊരു പേപ്പറാണ് വിചാരിക്കുക. ഈ പേപ്പറിൽ ഈ സൈഡും ബാക്ക് സൈഡും ഈ 3 സൈഡും സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അതിലുകൊണ്ട് ഒട്ടിച്ച് വെച്ച് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ പ്രതലമെങ്കിൽ ഇതിൽ ഒട്ടിച്ച് വെച്ച് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരിക്കും അല്ലേ, ഈ ഓപ്പൺ ആയിരിക്കണതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു കൂപ്പൺ മടക്കി വെച്ച് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഇപ്പോൾ കൈ ഇങ്ങനെ വരണമെങ്കിൽ ഇതിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ സാരിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഒരു ഭാഷ്യൻ്റെ അത് എന്തൊക്കെ വാക്കുകൾ വരുന്നത്, ഒരു വർത്താനം ഉണ്ടായത്. പാണ്ടിക്കാട് കുഞ്ഞൻ എയറിലായി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം,
ഞാൻ ഈ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ആളെ മൂപ്പര് പറഞ്ഞു. ഒന്നാം സമ്മാനം കിട്ടിയ ആളെ വിളിച്ചപ്പോൾ മൂപ്പര് വേറെ എന്തോ പണിത്തിരക്കുണ്ടെന്നോ സ്ഥലത്തില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. നിങ്ങളൊരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്കാട് ഒന്നാം സമ്മാനം കിട്ടിയെങ്കിൽ നിങ്ങൾ എത്ര വലിയ പണി ഉണ്ടെങ്കിലും വീട്ടിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലേ. ഇവർ ചിലപ്പോൾ റിച്ച് ടീംസ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർക്ക് ഇതൊന്നും വലിയ വിലയില്ലാത്ത വിവാദമായതുകൊണ്ടേ അവന്മാരെ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ ഇവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ മൂപ്പരത്തെ കാണിച്ചാൽ അറിയാം. പാണ്ടിക്കാട് കുഞ്ഞൻ നേരെ ഒരു വീഡിയോ ഇട്ടിരിക്കുക. വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈ ഒന്നാം സമ്മാനം കിട്ടിയ ഷാഫി ഉണ്ടല്ലോ, ഷാഫീനെയും കുറച്ച് കൂട്ടരേക്ക് വെച്ചിട്ട് മൂപ്പരുടെ കാറിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ. എന്നിട്ട് അവരും ഡിസ്കസ് ചെയ്യുക ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടോ ഒന്നാം സമ്മാനം കിട്ടിയ ആളെ അങ്ങോട്ട് തേടി കണ്ടുപിടിച്ച് പോയിട്ട് ആളുടെ കൂടെയുള്ള വീഡിയോ. അപ്പോൾ ഇത് ആളുകൾക്ക് ഇതെന്തോ വെപ്രാളം, ഇതെന്തോ കള്ളത്തരാട്, ഇതെന്തോ ഉടായിപ്പാട് എന്നുള്ളൊരു സംഗതി. അപ്പോൾ അവരുടെ കൂടുതൽ ശക്തിയായി ഇവരുടെ ഈ സംശയം. അങ്ങനെ എയറിലായി വിവാദമായി സംഭവമായി. ആൾക്കാരെ പറ്റിച്ചു, 1000 രൂപ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സ്വയം ഇങ്ങടും എന്താ പറയുക ഇത് വെച്ചിട്ട് കളിക്കുകയാണ്. ആൾക്കാരെ കാശാണ്, കമ്മീഷൻ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവരെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒക്കെയാണ് ഇത് സമ്മാനം കൊടുക്കുന്നത് എന്നൊക്കെ. ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾ എനിക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആരുടെ വീടാടോ ഫസ്റ്റ് പ്രൈസ് വെച്ച് അയാൾക്കാരെ തിരിച്ചു കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഈ സാധനം മാറി തുടങ്ങി. അപ്പോൾ ഇത് മൊത്തം വിഷയമായി. ഇത് ഒന്നാമത്തെ ലക്കി ഡ്രോയുടെ സെറ്റപ്പ്. ഇനി രണ്ടാമത്തെ ലക്കി ഡ്രോ വേറെ വന്നിട്ട് അത് ഒരു ഡേറ്റ് ഇവിടെ മറ്റേ ആളുടെ ഖാദർ കരിപ്പൊടി നടത്തിയ പരിപാടി. അപ്പോൾ ഖാദർ കരിപ്പൊടി സംഗതി എന്താ വെച്ചാൽ ഖാദർ കരിപ്പൊടി വന്നിട്ട് ഇസ്മയിലിൻ്റെ വീട് ഇങ്ങനെ വെക്കാൻ വേണ്ടി വെച്ച് അത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണതാണ്. ഖാദർ കരിപ്പൊടി പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉഡായിപ്പാണ്. എന്ത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് പാണ്ടിക്കാട് കുഞ്ഞൻ നടത്തിയ ഇത് ഉഡായിപ്പാണ് ലക്കി ഡ്രോ. പക്ഷേ ഖാദർ കരിപ്പൊടി അകത്ത് ഉഡായിപ്പല്ല എന്ന് പറഞ്ഞിട്ട് ഖാദർ കരിപ്പൊടി മെയ് 27 എന്തോണ് ആ ലക്കി ഡ്രോൻ്റെ നറുക്കെടുപ്പ് നടത്തിയത്. പക്ഷേ ആ ഡേറ്റിന് നടത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞു ഇവർക്ക് 2 കോടി വേണം എന്തോ പറഞ്ഞില്ലേ. അത് അവർ എത്ര 8000 9000 എന്തോ ടിക്കറ്റ് പോയിട്ടുള്ളൂ. ഇവർക്ക് 20000 ടിക്കറ്റ് എന്തോ പോകണം എന്നാലാണ് ഇവർ വിചാരിച്ച ആ എമൗണ്ട് അതിലേക്ക് എത്തുള്ളൂ എന്ന്. അപ്പോൾ ഡേറ്റ് മാറ്റിയിറക്കാണ്. ഇപ്പോൾ എത്ര ജൂൺ 5 25 എന്തോന്ന് ഡേറ്റ് വെച്ചത്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ അഷ്കർട്ടയ്ക്ക് പറയുന്നത് ഉഡായിപ്പാണ്, ഇത് ഇല്ലീഗലാണ്, ഇത് ഉഡായിപ്പാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവർ കറക്റ്റ് ഡേറ്റ് നടത്തൂല, നോക്കിക്കോ, ഇത് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണ്, വ്ളോഗർമാർ എല്ലാവരും കൂടി ചെന്നിട്ട് ഒരു വൻ മാഫിയാണ്, ഇതിൻ്റെ പിന്നിലുള്ള രീതിയിലൊക്കെ പിന്നീട് ചർച്ചകളായിട്ട് മാറി. അപ്പോൾ അന്ന് ഖാദർ കരിപ്പൊടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വന്നായിരുന്നു. അഷ്കർട്ടയ്ക്ക് പറഞ്ഞതും കറക്റ്റാണ് പറഞ്ഞിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിരുന്നു. ഏറ്റവും അവസാനം സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ ഇന്നലെ പുറത്തേക്ക് വന്നു. സീക്രട്ട് ഏജൻറ്റ് മൂപ്പർക്ക് റിലയബിളായ സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വൻ മാഫിയയാണ്, ലക്കി ഡ്രോ മാഫിയ ആണ് എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ കൊടകിൽ ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, ഒരു വ്യക്തിയുണ്ട്, ആളാണ് ഈ ലക്കി ഡ്രോൻ്റെ മെയിൻ പുള്ളി. ആർക്കെങ്കിലും കടക്കണിയുണ്ട്, കടബാധ്യതയിൽ പെട്ടിടക്കണം, അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട് വിൽക്കാനോ എന്തെങ്കിലും വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് അടുത്ത് പോയാൽ മതി. അപ്പോൾ മൂപ്പര് ലക്കി ഡ്രോ നടത്തി തരും. അവർക്കൊരു കമ്മീഷൻ കിട്ടും, വലിയ എമൗണ്ട് ആയിരിക്കും സംഭവം ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള കുറച്ച് സംഗതികളാണ്, വ്ളോഗേഴ്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇത്. ഇവർക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു അവരുടേതായ സംഘടനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ പുള്ളികളാണ് ഇതിൽ ചുക്കാൻ പിടിക്കുന്ന വൻ സ്രാവുകൾ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ പറയുന്ന പോലെ ഈ ലക്കി ഡ്രോ മാഫിയ അത് ആളുകളെ പിഴിഞ്ഞിട്ട് മുണുങ്ങുകയാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ലക്കി ഡ്രോ വിവാദം ന്യൂസ് ചാനലുകൾ ഏറ്റെടുക്കാത്തത്? എന്തുകൊണ്ട് ഖാദർ കരിപ്പൊടിക്കെതിരെ ഖാദർ കരിപ്പൊടിക്കല്ല പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ ആക്ഷൻ എടുക്കാത്തത് എന്നൊക്കെ സംബന്ധിച്ച് ഈ അസംഷൻ വെച്ചിട്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അസംഷൻ വെച്ചിട്ട് ന്യൂസ് ചാനലിന് വാർത്ത കൊടുക്കാൻ പറ്റില്ല, ചുമ്മാ റൂമർ ഗോസിപ്പ് പോലെ ആവാൻ പറ്റില്ല. കൃത്യമായ തെളിവ് വേണം. ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ പാണ്ടിക്കാട് കുഞ്ഞാൻ അതൊന്ന് തപ്പി പിടിച്ചിട്ട് ആ ഒട്ടിച്ച് വെച്ചതെന്ന് തീർക്കണത്? ഇല്ലല്ലോ. നമുക്ക് എന്തോ ഒട്ടിച്ച് വെച്ചത് എടുക്കുകയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടോ? തെളിവുണ്ട്? ഇല്ല. ഒട്ടിച്ച് വെച്ചതിന് തെളിവുണ്ട്. എന്നാൽ അപ്പം തന്നെ അത് തുറന്നു നോക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ ഇവിടുന്നാണല്ലോ ഇത് എടുത്തത്, ഇത് നേരെ തിരിച്ച് വെക്കണം, ഇളക്കിയിട്ട് ഇന്ന് തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് ഒരാൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവരൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 4 സൈഡും നമ്മളൊരു ലക്കി ഡ്രോ ഒരു അക്വേറിയത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് 4 സൈഡും നമുക്ക് അറിയണമല്ലോ, അത് ഒന്നും ഒട്ടിച്ച് വെച്ചിട്ടില്ല എന്ന്. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, ആരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും സംഗതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇതിൽ FIR ഇട്ടിട്ടുണ്ടെങ്കിലാണ്, അതായത് കൃത്യമായ തെളിവുകളോടുകൂടി കുറച്ച് തെളിവുകളോടുകൂടി ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് തെളിവോടുകൂടി FIR ഇട്ടിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇതിന് പിന്നിലുള്ള ആൾക്കാരെക്കുറിച്ച് ന്യൂസ് ചാനലുകൾക്ക് ഒരു വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനൊരു FIR വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാണ്ടിക്കാട് കുഞ്ഞ് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ പല ആളുകളും പറഞ്ഞു ലക്കി ഡ്രോ തട്ടിപ്പാണ്, ലക്കി ഡ്രോയിൽ എന്തിനാ ഞങ്ങൾ പങ്കെടുക്കണത്, ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യുക, എത്ര ഇങ്ങോട്ട് സാധാരണക്കാരെ കാശാണ് ഇങ്ങനെ പോകുന്നത്. ആൾക്കാർ കാര്യം മനസ്സിലാക്കുക, ആൾക്കാർക്ക് 1000 രൂപയ്ക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഇവർക്ക് പുളിക്കോ. അപ്പോൾ അത് വിചാരിച്ചവരുടെ ആളുകൾ ഈ സംഗതിയിൽ വരുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എത്രയോ ഓൺലൈൻ ഗെയിം ആപ്പുകളിലൊക്കെ ആളുകൾ ഗെയിം കളിച്ചിട്ട് ഇത് ട്രസ്റ്റഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇത് കളിക്കുന്നുണ്ട്. ലോട്ടറി എടുക്കണില്ല ആളുകൾ, സ്ഥിരം 5ഉം 10ഉം ലോട്ടറി എടുക്കുന്ന ടീംസിനെ എനിക്കറിയാം എടുക്കുന്നുണ്ട്. ഇത് ഗാംബ്ലിംഗ് അല്ലേ ഇതൊക്കെ. ഞാൻ ഇതിനൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല കേട്ടോ, ഇത് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു വീട്, അത് 2300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ് ഇവർ പലപ്പോഴും വെക്കുന്നത്. അതൊരു വലിയ സംഭവമാണ് ഇവർക്ക്. അപ്പോൾ അങ്ങനെ ആളുകളുടെ കാശ് പിണുങ്ങണ ടീംസ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവരൊരു എന്താ പറയുക സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 1 രൂപ പോലും ഇതിന്ന് ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് അങ്ങനെ തിന്നേണ്ട കാര്യമില്ല, ആൾക്കാരെ പറ്റി തിന്നേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിവാദം, ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ലക്കി ഡ്രോനെ കുറിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ അറിയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് വേറെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ലവ് യു. താങ്ക് യു ആൾ. ബൈ.